Hello everyone, welcome to Mehars kitchen. ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി മോരും കറിയുടെ റെസിപ്പി നോക്കിയാലോ. ഇതിൽ വെറൈറ്റി എന്ന് പറഞ്ഞാൽ മോരും കറിയിൽ പക്കോട ട്രൈ ചെയ്തിട്ടാൽ എങ്ങനെ ഉണ്ടാവും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നല്ലൊരു വെറൈറ്റി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. ചോറിലൊക്കെ ഇട്ട് വെച്ച് തന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. മമ്മി കാണിച്ചു തരും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഈ അടിപൊളി മോര് കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 2 കപ്പ് നിറച്ച് തൈര് എടുത്തിട്ടുണ്ട്. ഇത് നല്ല പുളിയുള്ള തൈരാണ്. പിന്നെ 4 ടേബിൾ സ്പൂൺ നിറച്ച് കടലമാവ്, ഒരു മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഉലുവ, പിന്നെ ഒരു 8-10 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 15 എണ്ണം എടുക്കണം. പിന്നെ ഒരു 5-6 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് കൊറിയാണ്ടർ ലീവ്സാണിത്, മല്ലിയില. പിന്നെ നമുക്ക് താളിക്കാൻ ആവശ്യമുള്ളത് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ആവശ്യത്തിന് കറിവേപ്പില, ഒരു 2-3 ചുവന്ന മുളക്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായം പൊടിയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മോരും കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഇനി ഒരു മിക്സർ ജാർ എടുക്കാം. ഇതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം, കൂടെ തന്നെ തൈരും ചേർത്ത് കൊടുക്കാം. തൈരെല്ലാം ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിൽ ബീറ്റ് ചെയ്തെടുക്കാം നന്നായിട്ട്. അപ്പോൾ അതാ ഇങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള പാത്രം എടുക്കാം. കുറച്ച് വലിയ പാത്രമാണ് ആവശ്യമുള്ളത്, അപ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കാം. എന്നിട്ട് ഈ ബീറ്റ് ചെയ്ത തൈര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇപ്പോൾ ചേർക്കേണ്ടതല്ല, മല്ലിയില പിന്നെ ചേർക്കേണ്ടതാണ്. ഇത് നന്നായിട്ട് ഇത് സമയം എടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. വലിയൊരു പാത്രത്തിലാണ് നമുക്കിത് ഉണ്ടാക്കേണ്ടത്. നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് ഒരു 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല ലൂസായ ഒരു പരുവത്തിൽ വേണം. ആദ്യം കടലമാവ് ചേർത്തത് കാരണം ഇത് നന്നായി കുറച്ച് തിക്കാവും. കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ നന്നായിട്ട് ലൂസായ പരുവത്തിൽ വേണം. എന്നിട്ട് പിന്നെ നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് താളിച്ച് കൊടുക്കാം. താളിച്ച് കൊടുക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാം. പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉലുവ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒരു 5-6 മിനിറ്റ് നമുക്ക് വഴറ്റിയെടുക്കാം. ചോപ്പിക്കണമൊന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒരു 5-6 മിനിറ്റ് ഇളക്കി കൊണ്ട് നമുക്ക് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് 5-6 മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച തൈര് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഫുൾ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തള വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തളയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒരു യെല്ലോ കളറാവും. നന്നായിട്ട് കളറൊക്കെ മാറും. ഇതിൽ മഞ്ഞളിട്ടതാണ്, അപ്പോൾ നല്ലൊരു കളർ വരും. ഇതുപോലെ തള വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ട് തള വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കാം. തള വന്ന് കഴിഞ്ഞിട്ട് നല്ലോണം തിളക്കാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് അരമണിക്കൂർ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. മൂടി വെച്ചിട്ട് ആണെങ്കിൽ ഹാഫ് മൂടി വെച്ചാൽ മതി, ഫുള്ള് മൂടി വെക്കണ്ട. അപ്പോൾ അരമണിക്കൂർ ഇത് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു കട്ടിയാവും. അപ്പോൾ കടലമാവ് ഇട്ടത് കൊണ്ട് ഇത് കട്ടിയാവും. അപ്പോൾ നന്നായിട്ട് അരമണിക്കൂർ വേവിച്ചെടുക്കാം. നന്നായിട്ട് ഇത് അരമണിക്കൂർ വേവണ വരെ നമുക്കിതിൻ്റെ ബജി തയ്യാറാക്കിയെടുക്കാം, പക്കോട തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ പക്കോട ഉണ്ടാക്കാനായിട്ട് ഒരു 3 വലിയ സവാള റഫ്ലി നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. റഫ്ലി ചോപ്പ് ചെയ്തെടുത്താൽ മതി. കുറേ ചെറുകനെ ഒന്നും ചോപ്പ് ചെയ്യാൻ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് റഫ്ലി ചോപ്പ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരു 1/2 കപ്പ് മല്ലിയില, ഒരു മീഡിയം തക്കാളി ചെറുതായി അരിഞ്ഞത്, 4-5 വെളുത്തുള്ളിയുടെ അല്ലി, വലിയ വെളുത്തുള്ളിയുടെ അല്ലെങ്കിൽ 4-5 ചെറുതായി അരിഞ്ഞെടുക്കാം. പിന്നെ ഒരു ഇഞ്ച് കഷ്ണം ഇഞ്ചി, അതും ചെറുതായി അരിഞ്ഞെടുക്കാം. പിന്നെ 1/2 കപ്പ് നിറച്ച് കടലമാവാണത്, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇത് ചെറിയ ജീരകവും മല്ലിയും കൂടെ ക്രഷ് ചെയ്തെടുത്തതാണ്, ഒരുമിച്ച് ആക്കിയിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇത് 2 ടീസ്പൂൺ ഉണ്ട്. പിന്നെ ആവശ്യമുള്ളത് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ്. ഇനി ഒരു മിക്സിംഗ് ബോൾ എടുക്കാം. മിക്സിംഗ് ബോൾ എടുത്തതിന് ശേഷം ഇതിലേക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം. നമുക്ക് പക്കോട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടലമാവ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ സവാളയും
പിന്നെ ചെറിയ ജീരകവും മല്ലി ക്രഷ് ചെയ്തതും ചില്ലി ഫ്ലേക്സും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2-3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടിത് കൈകൊണ്ട് നമുക്ക് കുഴച്ചെടുക്കാം, മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇതിലേക്ക് തക്കാളിയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം, കുഴച്ച് കൊടുക്കാം. കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് മിനിമം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പാകത്തിന് വെള്ളം ഇട്ടിട്ടുണ്ട്. 2-3 ടേബിൾ സ്പൂൺ വെള്ളം മതി, അധികം വേണ്ട. അപ്പോൾ തന്നെ നന്നായിട്ട് വെള്ളം പോലെ വരും. അപ്പോഴുള്ളൂ പക്കോട ശരിയാവുക. ഇതുപോലെ ഒരു കൺസിസ്റ്റൻസി വരും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാനായിട്ട് നന്നായിട്ട് എണ്ണ ചൂടാക്കിയെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മാവ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഒരു സൈഡ് ഫ്രൈ ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു സൈഡ് ഇങ്ങനെ ഗോൾഡൻ ആയി തുടങ്ങിയാൽ നമുക്ക് ഇത് തിരിച്ചു മറിച്ചിട്ടും ഒരു 4-5 മിനിറ്റ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ച് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ബ്രൗൺ കളർ ആവണ വരെ. അപ്പോൾ ബ്രൗൺ കളറായി. മീഡിയം ഫ്ലെയിം വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തത്. ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള പക്കോടാസും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പക്കോട റെഡി ആവണ വരെ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആയി തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് 6 ഗ്ലാസ് നിറച്ച് വെള്ളം ഇട്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് വരിക. അപ്പോൾ കണ്ടോളൂ, നല്ല തിക്ക് ആൻഡ് ക്രീമി കറി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളക്കാൻ വെക്കാം. തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് പക്കോട ഉണ്ടാക്കിയത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇത് തിളപ്പിക്കാം. തിളച്ചതിന് ശേഷം ഇത് 2 മിനിറ്റോളം നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. 2 മിനിറ്റ് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇത് ഓഫ് ചെയ്യാം. അങ്ങനെ 2 മിനിറ്റ് നന്നായിട്ട് കറി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് കറി താളിക്കാം. കറി താളിക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായാൽ നമുക്കിതിലേക്ക് ചെറിയ ജീരകവും കടുകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് പൊട്ടിച്ചെടുക്കാം. നന്നായിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് ചുവന്ന മുളകും വേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായം പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ തളിച്ചത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് സെർവ് ചെയ്യാം. നല്ല അടിപൊളി കറി പക്കോട ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റി ക്രീമി ആയ ഒരു കറിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ചോറിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് പപ്പടവും കൂടിയൊക്കെ കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്യുക. എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.